Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Hi friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എലിപ്സ് ടൂളിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എലിപ്സ് വരയ്ക്കാനായി ഒന്നെങ്കിൽ റിബൺ ബാറിൽ കണ്ടോ ഇവിടെ എലിപ്സ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ റെക്ടാങ്കിളിന് തൊട്ട് താഴെ അതിന് തന്നെ ഈ എലിപ്സിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഏരോ ഓപ്ഷൻ നമുക്ക് കാണാം. ആ ഏരോ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് എലിപ്സ് വരയ്ക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡുകൾ കാണാം. 3 മെത്തേഡുകളുണ്ട് വരയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്ക് മെനു ബാറിൽ ഡ്രോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ആ ഡ്രോ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് എലിപ്സ് എടുക്കാം. എലിപ്സിലെ ഡിഫറെന്റ് മെത്തേഡുകൾ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ എലിപ്സിന്റെ ഷോർട്ട് കീ കമാൻഡ് ബോക്സിൽ പോയി EL ടൈപ്പ് ചെയ്യുക. EL ആണ് എലിപ്സിന്റെ ഷോർട്ട് കീ. എലിപ്സിന്റെ ഷോർട്ട് കീ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അങ്ങനെ നമുക്ക് എലിപ്സ് വരയ്ക്കാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് സ്പെസിഫൈ ഫസ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് എൻ എലിപ്സ്. ഞാൻ ഫസ്റ്റ് എൻഡ് പോയിന്റ് അതായത് എൻഡ് പോയിന്റ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. പിന്നെ ഓർത്തോ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എലിപ്സ് റൊട്ടേറ്റ് ചെയ്തിട്ടോ അതായത് ഒരു ആംഗിളിലും നമുക്ക് വരയ്ക്കാം. ഞാൻ അപ്പോൾ ഓർത്തോ മോഡ് ഓൺ ആക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം അടുത്ത എൻഡ് പോയിന്റ് നമുക്ക് ഒന്നെങ്കിൽ മൗസ് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസും ആംഗിളും കാണിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് ആംഗിളും കാണിക്കാൻ കാരണം ഇവിടെ ഡൈനാമിക് ഇൻപുട്ട് ഓൺ ആയ കാരണമാണ്. ഡൈനാമിക് ഇൻപുട്ടിന്റെ ഷോർട്ട് കീ F12 ആണ്. അപ്പോൾ F12 നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് അത് ഓഫ് ആക്കുകയും ചെയ്യാം. കണ്ടോ, അപ്പോൾ അത് ഓഫായി. ഇനി ജസ്റ്റ് ഓൺ ആക്കിയാൽ അത് ഓൺ ആവും. അപ്പോൾ തൽക്കാലം ഓഫ് ആക്കിയിടുകയാണ്. ഞാൻ വീണ്ടും ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കിയിട്ടു. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഞാൻ സ്പെസിഫിക് ഡിസ്റ്റൻസ് 100 കൊടുത്തു. 100 കൊടുത്ത് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഈ ഒരു സെന്ററിൽ നിന്ന് അടുത്ത അതായത് മൈനർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് അതായത് അടുത്ത എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സെന്ററിൽ നിന്ന് ഈ ഒരു ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് അത് ഞാൻ 20 കൊടുത്തിരിക്കും. എൻ്റർ അടിച്ചു. അപ്പൊ അതിനനുസരിച്ചുള്ള എലിപ്സ് വന്നു. ഇനി നമുക്കത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ കണ്ട ഫസ്റ്റ് എൻഡ് പോയിന്റും ലാസ്റ്റ് എൻഡ് പോയിന്റും തമ്മിൽ ക്ലിക്ക് ചെയ്യുക. കണ്ട 100 ആണ് അതിന്റെ ഡിസ്റ്റൻസ്. നമ്മൾ ടൈപ്പ് ചെയ്താണ് കിട്ടിയിട്ടുള്ളത്. ഇനി വീണ്ടും നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്പേസ് ബാർ നിൽക്കുക. പ്രീവിയസ് കമാൻഡിന് യൂസ് ചെയ്യാൻ പറ്റും. സ്പേസ് ബാർ നിൽക്കി അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കാരണം ഈ സെന്റർ പോയിന്റ് ചില സമയങ്ങളിൽ ഈ സെന്റർ പോയിന്റ് കിട്ടാണ്ടിരിക്കും. അങ്ങനെ കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ എലിപ്സ് ഇല്ലേ അല്ലെങ്കിൽ ഏതാണ് ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിന്റെ അവിടേക്ക് ജസ്റ്റ് പോയാൽ ഈ സെന്റർ പോർഷൻ കിട്ടും. അപ്പൊ മൗസായിട്ട് വേഗത്തിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തൽക്കാലം സെന്റർ പോർഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സെന്റർ പോർഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് 20. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് എലിപ്സിന്റെ വേറെ മെത്തേഡിൽ വരയ്ക്കാൻ പറ്റും. സെന്റർ മെത്തേഡ്. നമുക്ക് സെന്റർ മെത്തേഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ഞാൻ സെന്റർ പോയിന്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. നേരത്തെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ മേജർ ആക്സിസിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 100 കൊടുത്തത്. പിന്നെ ഈ സെന്ററിൽ നിന്ന് ഈ ഒരു പോർഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കൊടുത്തത്. ഇവിടെ ആദ്യക്ക് സെന്റർ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. സെന്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാനിപ്പോ നേരത്തെ 100 കൊടുത്ത പോലെ 100 കൊടുത്തു വരിക. ജസ്റ്റ് 100 കൊടുത്തു. അതിന് ശേഷം മേലേക്ക് ഞാൻ ഒരു 20 കൊടുത്തു വരിക. 20 കൊടുത്തു വരിക. ഇവിടെ വന്നുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇവിടെ സെന്ററിൽ നിന്ന് ഈ ഒരു തെറ്റത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 100 വന്നിട്ടുണ്ടായിരിക്കുക. ലീനിയർ എടുത്ത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ സെന്റർ വന്നു. ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. സെന്ററിലെല്ലാം കൊണ്ടുള്ളത്. ഇപ്പൊ കണ്ട ഇവിടെ ഈ ഒരു ലീനിയർ ടൂൾ എടുത്തു. ഇവിടെ സെന്റർ പോർഷൻ കാണാനില്ല. സെന്റർ പോർഷൻ കാണാണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ അവിടേക്ക് ജസ്റ്റ് പോയി ഒന്നും മൗസ് കൊണ്ടുപോകുക. അപ്പൊ ഈ സെന്റർ പോയിന്റ് കിട്ടും പ്ലസ് അയക്കാൻ. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കോർണർ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. കണ്ട ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ 100. നേരത്തെ നമ്മൾ വരച്ച മെത്തേഡിൽ ഈ ഫസ്റ്റ് എൻഡ് പോയിന്റും ഈ എൻഡ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 100. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 200 വരും. വീണ്ടും ക്ലിക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലീനിയർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പോയിന്റ് ക്ലിക്ക് ചെയ്ത് തെറ്റായതുകൊണ്ടാണ്. ഇവിടെ 2-3 എലിപ്സ് വരുന്നതുകൊണ്ടാണ്. കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 200 തന്നെ കിട്ടും. അപ്പൊ അതാണ് നമ്മൾ 2 മെത്തേഡ് വെച്ചിട്ടുള്ള എലിപ്സ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് വേറെ നോക്കാം. എലിപ്സ് ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്കൊരു സെന്റർ പോയിന്റുള്ള ഓപ്ഷൻ ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉള്ള ഓപ്ഷനും. നമുക്ക് ഇവിടെയും വരയ്ക്കണമെങ്കിൽ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് 50 ആണ് വേണ്ടെങ്കിൽ 50 ടൈപ്പ് ചെയ്യുക. അപ്പുറത്തെ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് 25 ആണ് വേണ്ടെങ്കിൽ 25 ടൈപ്പ് ചെയ്യുക. നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ മെഷർ ചെയ്യണമെങ്കിൽ കണ്ട ഇവിടുത്തെ ലീനിയർ മെഷർമെന്റ് എടുക്കുക.
അതിനുശേഷം ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ ഇപ്പൊ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാത്ത സെന്ററിന്റെ അവിടെ ഒരു പ്ലസ് ഐക്കൺ വരും. അങ്ങനെ കിട്ടാത്ത സന്ദർഭങ്ങളിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ അവിടേക്ക് മൗസ് കേഴ്സർ കൊണ്ടുപോകുക. അപ്പൊ ഈ പ്ലസ് ഐക്കൺ കിട്ടും. അതിനുശേഷം ഈ പ്ലസ് ഐക്കൺ നിന്ന് ഞാൻ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് അളക്കണം. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് 50. ഇനി ഞാൻ വീണ്ടും അതേ ടൂൾ തന്നെ വീണ്ടും മെഷർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ പ്രീവിയസ് യൂസ് ചെയ്ത് അതേ ടൂൾ തന്നെ കിട്ടണമെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് കണ്ട 25 നമുക്ക് മെഷർ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ എലിപ്സിൽ പോയിട്ട് എലിപ്റ്റിക്കൽ ആർക്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് EL ടൈപ്പ് ചെയ്യുക, എൻട്രി അടിക്കുക. അതിനുശേഷം ആർക്ക് എന്ന മെത്തേഡിന്റെ എ ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എ ടൈപ്പ് ചെയ്തു, എൻറ്റർ അടിച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പൊ എൻഡ് പോയിന്റ് 100 കൊടുക്കുകയാണ്. 100 കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടേക്ക് ഇപ്പൊ ഒരു 50 ആണ് വേണ്ടെങ്കിൽ, ഒരു 25 ആണ് വേണ്ടെങ്കിൽ 25 ടൈപ്പ് ചെയ്യുക. എത്ര വെച്ചാൽ വേണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ 25 ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ അതിനുശേഷം ഡൈനാമിക് ഇൻപുട്ട് ഇപ്പോൾ ഓൾറെഡി ഓൺ ആണ്. ഇനി നമുക്ക് സ്പെസിഫൈ സ്റ്റാർട്ട് ആംഗിൾ. അപ്പൊ നമുക്ക് ഇതിപ്പോ 180 ഡിഗ്രിയാണ്. ഇവിടെ ആംഗിൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 90 ഡിഗ്രി, ഇതിപ്പോ 0 ഡിഗ്രി. അപ്പൊ ഞാൻ 30 ഡിഗ്രി ടൈപ്പ് ചെയ്യാം. 30 ഡിഗ്രി ടൈപ്പ് ചെയ്തു, ടെൻഡർ അടിച്ചു. 30 ഡിഗ്രി പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് 30 ഡിഗ്രി സ്റ്റാർട്ട് ആവുക. ഞാൻ ഈ ഓർത്തോമോഡോ ഓഫ് ആക്കി കൊടുത്തു. കണ്ടാ, ഇതാണ് 30 ഡിഗ്രി. 30 ഡിഗ്രി തൊട്ടിട്ട് നമുക്ക് ഏതുവരെ വേണം? 125, 156. ഞാൻ 210 അടിച്ചു വരിക. 210 അടിച്ചു കൊടുത്താൽ അതുവരെയുള്ള ആർക്കായിരിക്കും നമുക്ക് കിട്ടുക. എലിപ്റ്റിക്കൽ ആർക്കിൽ കണ്ട ഇവിടെ 30 ഡിഗ്രി തൊട്ടിട്ട് 210 ഡിഗ്രി. നമുക്ക് ഒന്നുകൂടി വരയ്ക്കണമെങ്കിൽ ഈ ഒരു എലിപ്സിൽ എലിപ്റ്റിക്കൽ ആർക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ ആക്സിസ് എൻഡ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത പോയിന്റ് ഇപ്പൊ 100ലാണ് വേണ്ടെങ്കിൽ 100 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടോപ്പിലേക്കുള്ള എത്ര ഡിസ്റ്റൻസ് ആണോ 25 ആണെങ്കിൽ 25 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റാർട്ട് ആംഗിൾ, നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. സ്റ്റാർട്ട് ആംഗിൾ നമുക്ക് ഇപ്പോ 253 ആണ് ഇവിടെ കാണിക്കുന്നത്, 306. ഇതാണ് അപ്പൊ 0 ഡിഗ്രി, 30 ഡിഗ്രി, 180 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രി പറഞ്ഞാൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുക. ഞാൻ തൽക്കാലം 90 ഡിഗ്രി അടിച്ചു കൊടുത്തു, എൻറ്റർ അടിച്ചു. ഇനി നമുക്ക് 90 ഡിഗ്രിന്ന് ഏതുവരെ വേണം? 180 ഡിഗ്രി ആണോ വേണ്ടത്? 210 ആണോ? 230 ആണോ? അപ്പൊ ഞാൻ 230 അടിച്ചു വരിക. 230 എൻറ്റർ അടിച്ചാൽ ഇങ്ങനെ കിട്ടും നമുക്ക് ഷേപ്പ്. അപ്പൊ അങ്ങനെ എലിപ്റ്റിക്കൽ ആർക്ക് വരയ്ക്കാൻ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് 3 മെത്തേഡ് ഉണ്ട് വരയ്ക്കാൻ. 3 മെത്തേഡ് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം, സെന്റർ മെത്തേഡ്, പിന്നെ ആക്സിസ് എൻഡ് മെത്തേഡ്, പിന്നെ എലിപ്റ്റിക്കൽ ആർക്ക് മെത്തേഡ്. അങ്ങനെ നമുക്ക് ഈ 3 മെത്തേഡ് കൂടെ എലിപ്റ്റിക്കൽ ഷേപ്പ് വരയ്ക്കാവുന്നതാണ്. നമ്മളിപ്പോ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് വരച്ചു. ഈ വരച്ച ഷേപ്പ് നമുക്ക് ഇനി മോഡിഫൈ ചെയ്യണമെങ്കിൽ ആ വരച്ചതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് പോയിന്റുകൾ കിട്ടും. കണ്ട, ഇതാണ് ആ എലിപ്റ്റിക്കൽ ആർക്കിന്റെ ഒറിജിനൽ ഷേപ്പ്. നമ്മൾ ആ ഒറിജിനൽ ഷേപ്പ് നമുക്ക് ഈ ഏരോ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒബ്ജക്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഈ ഏരോ അല്ലേ, ഈ ഏരോ ക്ലിക്ക് ചെയ്യുക. ഏരോ ക്ലിക്ക് ചെയ്താൽ ഒരു റെഡ് നിറം കാണിക്കും. അതിനുശേഷം നമുക്ക് ഏത് വരെ വേണം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട, നമുക്ക് ഈ ഒരു പോയിന്റ് യൂസ് ചെയ്തിട്ട് അതിന് മാറ്റണമെങ്കിൽ മാറ്റാം, സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം. കണ്ട, ഇനി ഇവിടുന്ന് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. കണ്ട, നമ്മൾ ആ ഗ്രിഡ് ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു റെഡ് കളർ വരും. ആ റെഡ് കളർ വരുമ്പോഴാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നമുക്കിപ്പോ ഇതുവരെ ഉണ്ട് ആ എലിപ്റ്റിക്കൽ ആർക്ക്. നമുക്ക് എലിപ്റ്റിക്കൽ ആർക്കിന്റെ ലെങ്ത് കുറയ്ക്കണമെങ്കിൽ ഈ ഏരോ അല്ലേ, ഈ ഏരോടെ അവിടെ കുറച്ച് നേരം പ്രസ് ചെയ്യുമ്പോൾ ഏരോടെ കളർ റെഡ് ആവും. ആ റെഡ് ആവുന്ന സമയത്ത് നമുക്ക് ഏത് വരെയാണോ വേണ്ടത്, നമുക്ക് ഇതുവരെ മതിയെങ്കിൽ ഇതുവരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇപ്പൊ ഈ ഷേപ്പായി. ഇനി ജസ്റ്റ് എസ്കേപ്പ് കൊടുക്കുക. ഇപ്പൊ കണ്ട, ഇങ്ങനെ നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പൊ നമ്മൾ വരച്ച എലിപ്റ്റിക്കൽ മൊത്തത്തിൽ എലിപ്റ്റിക്കലും സെലക്ട് ചെയ്താൽ ഈ ഓപ്ഷൻസ് കിട്ടും. കണ്ട, ഈ ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഏരോ ഓപ്ഷൻ ഇല്ല, ഈ 5 ഗ്രിഡ് ബോക്സുകളാണുള്ളത്. ആ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എലിപ്റ്റിക്കലിന്റെ ഷേപ്പ് വീണ്ടും മോഡിഫൈ ചെയ്യാവുന്നതാണ്.